കുറച്ച് ദിവസം കൊണ്ട് ഗാട്ടാ ഗുസ്തി മൂവി കാണാൻ പോകാൻ ഭയങ്കര പൂതിയായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാത്തന്മാരെല്ലാവരും കൂടെ പോവുകയാണേ. പോകുന്ന വഴിയിൽ എനിക്ക് നല്ല രീതിക്ക് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ റൂട്ട് പോകുന്നത്. അവിടെ പോയി എത്തിയപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറയുന്നത് നമ്മൾ 4 പേരെ ഉള്ളത് കൊണ്ട് ഷോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗേറ്റൊക്കെ പിടിച്ചടച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ പോയപ്പോൾ മൂഞ്ചിപ്പോയി. ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ പ്ലാന് മാറ്റി ഞങ്ങൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോകാമെന്ന് പ്ലാനിട്ടു. കാരണം ആർക്കും സ്പോട്ട് അറിയില്ല, ഒരു ഉദ്ദേശം വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെയാണ് ആ സ്പോട്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഈ കായലിൻ്റെ ഈ വരാന്തയിലൊക്കെ ഇരുന്നിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ടേബിളിൽ ഇരുന്നപ്പോഴാണ് ആ ചേട്ടൻ ഇല കൊണ്ടിടുന്നത് കണ്ടത്. അപ്പോൾ എന്തിനാണ് പഴങ്കഞ്ഞി കുടിക്കുക ഇലയെന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ നിന്ന് ഞങ്ങൾ ചോദിച്ചത് എന്ത് പഴങ്കഞ്ഞി ഇല്ലേന്ന്. അപ്പോൾ അവർ പറയുന്നത് ഇത് പഴങ്കഞ്ഞി കടയല്ല, ഇവിടെ ഊണ് മാത്രമേ കിട്ടുള്ളൂ. ഇട്ട ഇല എടുക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഊണ് തന്നെ കഴിക്കാമെന്ന്. അപ്പോൾ അത് ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കിഴങ്ങും ഈ കൊഞ്ച് കറിയാണ് കേട്ടോ. കൊഞ്ച് എവിടെയാണോ ഉണ്ടെന്ന് ഞാൻ കൈ വെച്ച് ഇങ്ങനെ തപ്പി നോക്കുമായിരുന്നേ. അങ്ങനെ നമുക്ക് എല്ലാ ഫുഡൊക്കെ അവർ കൊണ്ടുവച്ച് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ കടയിൽ നല്ല രീതിക്ക് ആളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഫുഡിന് നല്ല ടേസ്റ്റാണെന്ന്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ഫിഷ് ഫ്രൈ ഒക്കെ വന്നിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഒക്കെ നല്ല വലിയ ഫിഷ് ഫ്രൈ ആയിരുന്നു. കൂടെ നമ്മുടെ മീനുകുട്ടി ഉണ്ടായിരുന്നു. അവൾ എന്നെ കണ്ടിട്ട് എന്തോ കോപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ വയറ് നിറഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമല്ലോ. അങ്ങനെ അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേയിലാണ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവനറിയാതെ അവൾ ഒരു കേക്കൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കേക്കെന്ന് വെച്ചാൽ കേക്കിൻ്റെ സൈഡിൽ ഈ ഒരു കുപ്പി നമുക്കത് അറ്റാച്ച് ചെയ്യണം. അതിനുള്ള ഗ്യാപ്പാണ് അവർ വിട്ട് തന്നത്. അപ്പോൾ ആൾ റൂമിൻ്റെ അകത്തുണ്ടായിരുന്നു. ആളറിയാതെ നമ്മളെല്ലാവരും കൂടെ വീട്ടിൻ്റെ പുറത്ത് വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കേക്കിൻ്റെ സൈഡിലിരിക്കുന്ന കുപ്പിയില്ലേ, കുപ്പിയുടെ അകത്തുള്ള സാധനത്തിൻ്റെ കളറാണ് ഞങ്ങൾ കേക്കിന് ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് വെച്ചിട്ട് നമ്മൾ കിട്ടിയ കുപ്പിയൊക്കെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ആളിനെ പോയി ഞങ്ങൾ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൾ കണ്ടപ്പോൾ പെട്ടെന്ന് സർപ്രൈസൊക്കെ, ഇതൊക്കെ എപ്പോൾ നടന്നോ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടായിരുന്നു. അങ്ങനെ അവൻ പോയി ഒരു ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയുടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മൊത്തത്തിൽ എന്താ ഒരു മൂകതയൊക്കെയാണ് മഴയുടെ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്ക് കട്ട്